വാക്വിൻ എന്ന് പറയുന്ന ഒരു മാരക ക്രിമിനൽ, അവൻ്റെ കയ്യിൽപ്പെടുന്ന നായകൻ്റെ ഫാമിലി. ഇത്ര മാത്രമേ ഞാൻ തൽക്കാലം സിനിമയെക്കുറിച്ച് പറയുന്നുള്ളൂ. ബാക്കി നിങ്ങളായിട്ട് കണ്ടറിയുക. പിന്നെ സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷം തീർച്ചയായിട്ടും കമൻ്റ് ഇടുക. കാരണം കമൻ്റ് ഇട്ടാൽ മാത്രമാണ് ചാനലിലെ കാര്യങ്ങളും ഇനി ഇമ്പ്രൂവ് ആക്കണോ ഇമ്പ്രൂവ് ആക്കണ്ടേ, സിനിമ സെലക്ട് ചെയ്യുന്ന ഓക്കെ ആണോ അല്ലേ, ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ പറ്റുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ഞാൻ നിർബന്ധിക്കുന്നൊന്നുമില്ല, ചെയ്താൽ നന്നായിരുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ചെയ്യാൻ ശ്രമിക്കുക, കാണാൻ ശ്രമിക്കുക, ആസ്വദിക്കുക. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് ലേഖാക്കുന്നില്ല, നേരെ സിനിമയിലേക്ക് കടക്കാം. അടി ഇടി വെടി പുക, ഇത് താല്പര്യമുള്ളവർ പോരെ കണ്ടോ. ജോയിൻ സ്ട്രീറ്റ്. പല നാട്ടിൽ നിന്നും ആൾക്കാർ ഇങ്ങോട്ട് വന്ന് ഇവിടെ സെറ്റിലാവാറുണ്ട്. അവരെ മൈഗ്രൻ്റ് വർക്കേഴ്സ് എന്നാണ് പറയുക. നിങ്ങളുടെ പൂർവികരാരായിരുന്നാലും ഈ ജോയിൻ സ്ട്രീറ്റിൽ ആർക്കും തങ്ങാൻ സാധിക്കും. അത്രയും നല്ല ആളുകളാണ് ഇവിടെ. ചിലർക്കിത് സ്വർഗ്ഗമാണ്, ചിലർക്കിത് നരകവും. ഇതാണ് ഓഫീസർ ക്യാൻ. പുള്ളിക്കാരൻ ചെറുപ്പം മുതലേ ജോയിൻ സ്ട്രീറ്റിലാണ് താമസിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ 15 വർഷങ്ങളായിട്ട് ഒരേ ഒരു മുഖത്തിന് വേണ്ടിയിട്ടാണ് അയാൾ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്, ലിൻ ഹയ. ഈ ലിൻ ഹയ ആരാണെന്നും എന്താണെന്നും അറിയണമെന്നുണ്ടെങ്കിൽ 15 വർഷം പിന്നിലോട്ട് പോകേണ്ടി വരും. 15 വർഷങ്ങൾക്ക് മുമ്പ് 2 പോലീസുകാരെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതോ വലിയ ഗോൾഡ് റോബറിയെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. ലിൻ ഹയ എന്ന MMA ചാമ്പ്യനാണ് ഗോൾഡ് കട്ടുകൊണ്ട് പോയത് എന്നൊക്കെയാണ് ആ പോലീസുകാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് സാക്ഷാൽ ലിൻ ഹയേനെ അങ്ങ് കാണിക്കുന്നത്. കൂടെ അങ്ങേരുടെ അങ്കിളും ഉണ്ട് കേട്ടാ, അങ്കിൾ സി. അയാളൊരു ഡോക്ടറാണ്, പക്ഷെ ഒരു സാധാരണ ഡോക്ടറല്ല. മെഡിക്കലിൻ്റെ ഏതൊരു സ്റ്റേജും അങ്ങേര് ഈസിയായിട്ട് കൈകാര്യം ചെയ്യും, ഈവൻ സർജറി പോലും. അങ്ങനെ ഈ സമയത്താണ് ലിൻ ഹയ അവൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്. പാക്വിൻ എന്ന വലിയൊരു ഗ്യാങ്സ്റ്റർ, അയാൾ ലിൻ ഹയയുടെ ഭാര്യനെയും കുഞ്ഞിനെയും പിടിച്ചു വെച്ച് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ആ ഗോൾഡ് അവനെ കൊണ്ട് മോഷ്ടിപ്പിച്ച്. അങ്ങനെ ലിൻ ഹയ ആ ഗോൾഡ് ഭദ്രമായിട്ട് പാക്വിൻക്ക് എത്തിച്ചു കൊടുക്കുന്നു. പക്ഷെ എന്നിട്ടും പാക്വിൻ അവൻ്റെ ഭാര്യനെയും കുഞ്ഞിനെയും അങ്ങ് ഇല്ലാണ്ടാക്കുന്നു. അതോടുകൂടെ അവനാകെ കയ്യിന്ന് പോകുന്നു. തന്നെ ദ്രോഹിച്ച പാക്വിൻക്ക് ഇനി ആ ഗോൾഡ് കൊടുക്കുന്നതിൽ അർത്ഥമില്ല. ആ ഗോൾഡ് ഇപ്പോൾ ലിൻ ഹയയുടെ കയ്യിലാണ്. അയാളെ വേട്ടയാടാനായിട്ട് നാട് മുഴുവൻ പാക്വിൻ്റെ ആളുകളാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗം മാത്രം, പ്ലാസ്റ്റിക് സർജറി. അതിനാണ് അങ്കിൾ സീനെ കാണാൻ വന്നിരിക്കുന്നത്. അങ്ങനെ സർജറി സക്സസ് ആയി. ഈ സമയത്താണ് പാക്വിനും അവൻ്റെ ഗുണ്ടകളും അങ്ങോട്ടെത്തുന്നത്. എത്തുകയെന്ന് മാത്രമല്ല, പടാന്നാണ് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു MMA ചാമ്പ്യനായ ലിൻ ഹയ ആ ഗുണ്ടകളെയെല്ലാം അങ്ങ് തീർക്കാൻ ആരംഭിക്കുന്നു. അടിയെന്ന് പറഞ്ഞാൽ 1.5 കിൻഡലടി. അവിടെയുള്ള ഗുണ്ടകൾക്ക് അതൊന്നും താങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ ലിൻ ഹയ പാക്വിൻക്കെതിരെ പോകുന്നു. എന്നാൽ പാക്വിനെ ഇല്ലാണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അടിച്ചടിച്ച് ഇഞ്ച പരുവാക്കുകയാണ് ലിൻ ഹയേനെ. ഈ സമയത്താണ് അവനെ സഹായിക്കാനായിട്ട് അങ്കിൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പാക്വിൻ അയാളുടെ കാലിൻ്റെ മുകളിലോട്ട് അങ്ങ് ഷൂട്ട് ചെയ്യുന്നു. പിന്നെ ലിൻ ഹയ ഒന്നും നോക്കിയില്ല, മാരകടിയാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പാക്വിൻ ഒരു ചില്ല് കഷ്ണം കൊണ്ട് ലിൻ ഹയയുടെ കാലിൻ്റെ മുകളിൽ കുത്തി വലിയൊരു ഇഞ്ചുറിയാക്കി മാറ്റുന്നു. വേദന കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ലിൻ ഹയ അവൻ്റെ MMA ഫൈറ്റിലെടുക്കുന്ന ഒരു പ്രത്യേകതരം പഞ്ചുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ എഴുന്നേൽക്കാൻ നല്ല പാടാണ്. അങ്ങനെ രണ്ടും കൽപ്പിച്ച് പാക്വിൻക്കിട്ട് ആ പഞ്ചങ്ങ് കൊടുക്കുന്നു. അതോടുകൂടെ പാക്വിൻ ആ ബിൽഡിങ്ങിൻ്റെ പുറത്തോട്ടങ്ങ് തെറിച്ച് വീഴുകയാണ്. പക്ഷേ അയാൾ അതുകൊണ്ടൊന്നും നിർത്തിയില്ല. ആ ബിൽഡിങ്ങിനകത്തോട്ട് ഒരു ഗ്രനേഡ് അങ്ങിടുന്നു. അത് കണ്ടേക്ക് അങ്കിൾ സി ലിൻ ഹയേനെ അങ്ങ് രക്ഷിക്കുന്നു. പകരം താൻ ബലിയാടാവുന്നു. ഇതൊന്നും അറിയാതെ ലിൻ ഹയ മരിച്ചു എന്നും കരുതി പാക്വിൻ അവിടുന്ന് പോകുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അങ്കിൾ സി മരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയുന്നത്. ലിൻ ഹയ, നിന്റെ പ്രതികാരം ഒരിക്കലും മറക്കരുത്. തീർക്കാനുള്ളത് തീർക്കണം. ഇതാണ് അങ്കിൾ സിയുടെ അവസാന വാക്കുകൾ. അങ്ങനെ ലിൻ ഹയ ഇഞ്ചോർഡായ കാലം കൊണ്ട് അവിടുന്ന് രക്ഷപ്പെടുന്നു. അതിൻ്റെ ഏകസാക്ഷി ഈ കുഞ്ഞ് മാത്രമാണ്. അങ്ങനെ 15 വർഷങ്ങൾക്ക് ശേഷം ലിൻ ഹയ എവിടെയും പോയിട്ടില്ല. പുതിയ മുഖവും ചെൻ എന്ന പുതിയ പേരും കൊണ്ട് ഒരു റെസ്റ്റോറൻറ്റ് നടത്തി ജീവിക്കുന്നു. നാട്ടുകാർക്ക് മുമ്പിൽ താനൊരു കുക്കാണ്. ഇതാണ് മീന. ഇവർ 2 പേരും കൂടിയാണ് ഈ റെസ്റ്റോറൻറ്റ് റൺ ചെയ്യുന്നത്. ഇവരാണെങ്കിൽ കുറേ വർഷങ്ങളായിട്ട് ഒരുമിച്ചാണ്. അതൊക്കെ കാണുന്ന നാട്ടുകാരുടെ വിചാരം അവർ പ്രണയത്തിലാണ്. എന്നാൽ അങ്ങനെയൊന്നുമില്ല. പക്ഷെ അവരുടെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇഷ്ടമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് റെസ്റ്റോറൻറ്റിലോട്ട് കുറച്ച് പയ്യന്മാർ വരുന്നത്. വരാമെന്ന് മാത്രമല്ല, ഒരു പെൺകുട്ടീനെ ഭയങ്കരമായിട്ട് ശല്യം ചെയ്യുന്നു. അതും പോരാണ്ട് അവളുടെ ഡ്രിങ്കിലേക്ക് എന്തോ മയക്കമരുന്നാണ് അവർ ചേർക്കുന്നത്. ഇത് കണ്ടേക്ക് മീന പിള്ളേരെ എതിർക്കുന്നു. ആ പെൺകുട്ടീനെ അത് കുടിക്കുന്നതിൽ നിന്ന് രക്ഷിക്കുന്നു. അങ്ങനെ പിള്ളേരും മീനയും കൂടെ ചെറിയൊരു കശപിശി ഉണ്ടാവുന്നു. ചെന്നാണേലോ മാക്സിമം ഒഴിവാക്കാനാണ് നോക്കുന്നത്.
ആ ഒരു കറക്റ്റ് സമയത്താണ് സിനിമയുടെ തുടക്കത്തിൽ കണ്ട ഓഫീസർ ക്യാൻ അങ്ങോട്ടെത്തുന്നത്. സാറേ, ഇവന്മാർ ഭയങ്കര പ്രശ്നമാണ്, ഈ ഡ്രിങ്കിൽ എന്തോ ചേർത്തിട്ടുണ്ട്, നിങ്ങളുടെ കയ്യിൽ തെളിവൊന്നുമില്ലല്ലോ എന്നും പറഞ്ഞ് ആ ഡ്രിങ്ക് അങ്ങ് കളയാണ് സാക്ഷാൽ ഓഫീസർ ക്യാൻ. അത് കണ്ടേക്ക് ഇവരാണെങ്കിൽ ഞെട്ടിയിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞ അങ്ങേരി പിള്ളേരുടെ ആളാണ്. അങ്ങനെ പിള്ളേരും ക്യാനും കൂടെ ഒരുമിച്ച് പോകുന്നു. അപ്പോഴാണ് നേരത്തെ ഡ്രിങ്കിൽ കലർത്തിയ മയക്കമരുന്നിൻ്റെ ബോട്ടിൽ ക്യാനിൻ്റെ കയ്യിലോട്ടങ്ങ് വെച്ചു കൊടുക്കുന്നത്. സാറേ, യൂസ് ചെയ്ത് നോക്ക്, കിഡിലിനൈറ്റാ. പിന്നെ സാറ് പറഞ്ഞ മറ്റേ കാര്യമുണ്ടല്ലോ, അത് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. ഈ മറ്റേ കാര്യം എന്ന് പറയുന്നത് സ്ത്രീ വിഷയമാണ്. ക്യാനതിൽ ചെറിയ താല്പര്യമുണ്ട്. ഇവിടെയുള്ള കാമം മൂത്ത് നടക്കുന്ന ആൾക്കാർക്ക് സ്ത്രീകളെ സപ്ലൈ ചെയ്യുന്ന ഒരുത്തനാണ് ജോർജ്. അവനാണ് ക്യാനിന് പെൺകുട്ടീനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മീനയുടെ മകളെ കാണിക്കുന്നത്. അവളുടെ പേരാണ് ഡി. ഈ ഡീനെ കാണാൻ ഭയങ്കര രസമാണ് കേട്ടാ. അത് മാത്രമല്ല, അങ്ങേറ്റത്തെ ക്യൂട്ടും. ഇവളെ സ്ഥിരമായിട്ട് ശല്യം ചെയ്യുന്ന 2 കൊച്ചിറക്കന്മാരുണ്ട്. അവർ ദണ്ഡം കലക്കിക്കൊണ്ടിരിക്കുകയാണ് സാക്ഷാൽ ഡി. MMA ഫൈറ്ററായ ലിൻ ഹയ ഡിക്ക് ഫൈറ്റിംഗ് പഠിപ്പിച്ചു കൊടുക്കാണ്ടിരിക്കുമോ? സോ അവൻ പറഞ്ഞു കൊടുത്ത അഭ്യാസം കൊണ്ട് അവന്മാരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കുന്നു. ഇവന്മാർ ചെന്നിൻ്റെ പേരും പറഞ്ഞാണ് സ്ഥിരമായിട്ട് ഡീനെ കളിയാക്കുന്നത്. അവൾക്ക് അച്ഛനില്ല, അച്ഛൻ്റെ സ്ഥാനമാണ് അവൾ ചെന്നിന് കൊടുത്തിരിക്കുന്നത്. ചെന്നി നിൻ്റെ അച്ഛനല്ല എന്നും പറഞ്ഞാണ് അവന്മാരുടെ സ്ഥിരം കളിയാക്കൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചെന്നു വന്ന് അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ചെന്നിന് ഡി എന്ന് പറഞ്ഞാൽ ജീവനാണ്. തിരിച്ചും അങ്ങനെ തന്നെയാണ് കേട്ടാ. ഇന്ന് ഡിയുടെ ബർത്ത്ഡേ ആണ്. സോ അതിന് ഗിഫ്റ്റായിട്ട് ലോലിപോപ്പാണ് പുള്ളിക്കാരൻ കൊടുക്കുന്നത്. ഈ സമയത്താണ് ഡി തിരിച്ച് അങ്ങോട്ടൊരു സാധനം കൊടുക്കുന്നത്. അന്ന് പാക്വിൻ കാലിന് കൊടുത്ത പണി ഇപ്പോഴും മാറിയിട്ടില്ല. ഇഞ്ചുറി, വേദന, അവൻ മരിക്കുന്നത് വരെ കാണും. സോ വേദനക്കിടാനുള്ള ബാൻഡേഡാണ് ഡി അവൻക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. അതും കുറെ കാലം സ്വരുക്കൂട്ടി വെച്ച പൈസ കൊണ്ട്. അവൾക്ക് അത്ര ഇഷ്ടമാണ് ചെന്നിനെ. ചെന്നിന്റെ പാസ്റ്റ്, അതായത് ലിൻ ഹയ എന്ന അധ്യായത്തെക്കുറിച്ച് ഡീക്കോ മീനക്കോ ആർക്കും അറിയില്ല. ആക്സിഡന്റിൽ പറ്റിയൊരു ഇഞ്ചുറി അത്രമാത്രമേ അവർക്കറിയൂ. അങ്ങനെ രാത്രിയായി. അപ്പോഴാണ് ഓഫീസർ ക്യാൻ ജോർജിനെ കാണാൻ പോകുന്നത്, അതും ഒരു പബ്ബിലേക്ക്. ഇത് കാണാനൊരു നോർമൽ പബ്ബാണേലും അകത്ത് സീക്രട്ടായിട്ട് റൺ ചെയ്യുന്ന വലിയൊരു ബ്രോത്തൽ ഹൗസ് ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പബ്ബിലേക്ക് ഫുഡ് ഡെലിവറി ചെയ്യാനായിട്ട് ചെൻ അങ്ങോട്ടെത്തുന്നത്. അവനാണെങ്കിൽ ഇതൊക്കെ കണ്ട് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. അങ്ങനെ ചെൻ അതിലൊന്നും തലയിടാണ്ട് തിരിച്ചു പോകുന്നു. അങ്ങനെ ജോർജ് ക്യാനൊരു പെൺകുട്ടിയെ സെറ്റാക്കി കൊടുക്കുന്നു. അവളുടെ പേരാണ് മെയ്. അവൾക്കാണെങ്കിൽ ബോധമില്ല, എന്തൊക്കെയോ വലിച്ചു കയറ്റി വല്ലാത്തൊരവസ്ഥയിലാണ് പുള്ളിക്കാരുത്തി. അങ്ങനെ ഈ സമയത്താണ് ക്യാൻ മെയ്യിനെ അങ്ങ് കിസ് ചെയ്യുന്നത്. അപ്പോഴാണ് അവൾക്ക് ബോധം തിരിച്ചു കിട്ടുന്നത്. പിന്നെ പറയണ്ടല്ലോ, കെന്നിൻ്റെ ചുണ്ടിലങ്ങ് കടിക്കുകയാണ് അവള്. ഇത് കണ്ടേക്ക് ജോർജ് മെയ്യിനെ തല്ലാൻ തുടങ്ങുന്നു. അതിൽ നിന്ന് ക്യാൻ ഒരു കാര്യം മനസ്സിലായി, ഇവരൊന്നും സ്വന്തം ഇഷ്ടപ്രകാരമല്ല ഈ ബ്രോത്തൽ ഹൗസിലേക്ക് വന്നിട്ടുള്ളത്. അവരുടെ ഉള്ളിലെ മയക്കമരുന്ന് അതാണ് ഇവരെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നത്. അങ്ങനെ ജോർജ് പറയാണ്, സാറേ കാര്യാക്കണ്ട, ഇവൾമാരുടെ കെട്ടടങ്ങിയൻ്റെ എന്നും പറഞ്ഞ് വീണ്ടും വീണ്ടും അടിക്കാൻ ഒരുങ്ങാണ് മെയ്യിനെ. എന്നാൽ ക്യാൻ അതങ്ങ് തടയുന്നു. നീ അത് വിട്ടേക്ക്, ഇവളുടെ കാര്യം ഞാൻ ഏറ്റു എന്നൊക്കെയാണ് ക്യാൻ പറയുന്നത്. ഈ സമയത്താണ് ജോർജ് ക്യാനൊരു ബാഗ് നിറച്ച് ക്യാഷ് കൊടുക്കുന്നത്, അതായത് കൈക്കൂലി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജോർജിന് ഒരു ഫോൺ കോൾ വരുന്നത്. ജോർജ്, പാക്വിൻ വിളിച്ചിരുന്നു, നമ്മുടെ കൂടെ ഒരു സ്പൈ ഉണ്ട്, നീ എത്രയും വേഗം ബ്രോത്തൽ ഹൗസിൽ നിന്ന് പുറത്ത് കിടക്കണം, പോലീസുകാർ അങ്ങോട്ട് വരുന്നുണ്ട്. ഇത് കേട്ടേക്ക് ആരാണ് ആ സ്പൈ എന്നുള്ളത് ജോർജിന് മനസ്സിലായി. ഇവിടെയുള്ള ഏക പോലീസുകാരൻ സാക്ഷാൽ ക്യാനാണ്. സോ അങ്ങേർക്കിട്ട് പൊട്ടിക്കാനിരിക്കുകയാണ് ജോർജ്. എന്നാൽ ഒരു കാര്യമില്ല, ഓഫീസർ ക്യാൻ ജോർജിനിട്ട് 4 അങ്ങ് കൊടുക്കുന്നു. പിന്നെ ജോർജ് ഒന്നും നോക്കിയില്ല, ഓടടാ ഓട്ടം. അങ്ങനെ ക്യാൻ മെയ്ഡോട് വെയിറ്റ് ചെയ്യാൻ പറയുന്നു. ജോർജിന്റെ പിന്നാലെ പോകുന്നു. പക്ഷെ ജോർജ് ഒറ്റയ്ക്കല്ല, അവൻ്റെ കൂടെയുള്ള എല്ലാ ശിങ്കടികളും അങ്ങോട്ടെത്തുന്നു. നേരത്തെ റെസ്റ്റോറൻറ്റിൽ വെച്ച് മയക്കുമരുന്ന് കലർത്താൻ നോക്കിയില്ലേ, അവനടക്കം ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. എന്നാൽ ക്യാൻ ഇവരുദ്ദേശിച്ച ആളല്ല. പുഷ്പം പോലെയാണ് എല്ലാത്തിൻ്റെ അണ്ടം കലക്കുന്നത്. അവർക്കൊന്ന് തിരിച്ചടിക്കാനുള്ള ഗ്യാപ്പ് പോലും കൊടുക്കുന്നില്ല. അത്രയും വലിയ മാരകടി. അങ്ങനെ പോലീസുകാർ എല്ലാവരും അറസ്റ്റ് ചെയ്യുന്നു. ബ്രോത്തൽ ഹൗസ് റെയ്ഡ് ചെയ്യുന്നു. ഏകദേശം 15 പെൺകുട്ടികളെ രക്ഷിക്കുന്നു. ചുരുക്കി പറഞ്ഞ ഓഫീസർ ക്യാൻ ചേനും മീനും വിചാരിച്ച പോലെ അത്ര ചീത്തവനല്ല. ഇവിടെയുള്ള ക്രിമിനൽസിനെ പിടിക്കാനായിട്ട് സ്വയം കെട്ടവനായിട്ടങ്ങ് അഭിനയിച്ചു. അല്ലാണ്ട് ഒരിക്കലും ഇവരൊന്നും അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇവരുടെ യഥാർത്ഥ ബോസായ പാക്വിനെ പിടിക്കുക, അതാണ് ഓഫീസർ ക്യാനിൻ്റെ പ്രധാന ലക്ഷ്യം. അതായത് ലിൻ ഹയാനെ കൊല്ലാൻ നോക്കിയ അതേ പാക്വിൻ. ഈ ഒരു നാടകത്തിൻ്റെ ഭാഗമായിട്ടാണ് പുള്ളിക്കാരൻ മെയ്ഡോട് അത്രയും മോശമായിട്ട് പെരുമാറിയത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചെന്നിനെ കാണിക്കുന്നത്. പുള്ളിക്കാരനും മീനയും കൂടെ ഡിയുടെ ബർത്ത്ഡേ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് പബ്ബിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട മെയ് അങ്ങോട്ടെത്തുന്നത്. ഈ മീനക്കാണെങ്കിൽ എല്ലാവരെയും സഹായിക്കണം എന്നുള്ളൊരൊറ്റ മൈൻഡേ ഉള്ളൂ. അങ്ങനെ മെയ് അവളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പറയാൻ ആരംഭിക്കുന്നു. ഞാനൊരു ചൈനീസാ, ഓൺലൈൻ വഴി പരിചയപ്പെട്ട ബോയ് ഫ്രണ്ടിനെ ആദ്യമായിട്ട് നേരിട്ട് കാണാനാ ഞാൻ ഈ നാട്ടിൽ കാലുത്തുന്നത്. അവൻ്റെ പേരാണ് ജോർജ്. എന്നാൽ ജോർജ് എന്നെ ചതിക്കുകയായിരുന്നു. എൻ്റെ പാസ്പോർട്ട്, ഫോൺ എല്ലാം അവൻ്റെ കയ്യിലാണ്. അവൻ്റെ കസ്റ്റമേഴ്സിന് കാഴ്ചവെക്കാനാ ഒരു പുതിയ ജോലിയും ലൈഫും വാഗ്ദാനം ചെയ്ത്
എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇതൊക്കെ പറയുന്നതിൻ്റെ ഇടയിലാണ് മെയ്യിനെ ഫോളോ ചെയ്ത് പാക്യുൻ്റെ ആളുകൾ അങ്ങോട്ടെത്തുന്നത്. എത്താന്ന് മാത്രമല്ല, മേളിലോട്ട് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നു. ഇവിടെ മീനയും ചെന്നും ഇതൊക്കെ കേട്ടിട്ടാകെ ഞെട്ടിയിരിക്കുകയാണ്. മെയ്യിക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. അവൾക്ക് ഇവിടുന്ന് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ പാസ്പോർട്ട് വേണം. എനിക്കെൻ്റെ വീട്ടിൽ പോകണമെന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് മെയ്. നിനക്ക് തൽക്കാലം ഇന്ന് രാത്രി ഇവിടെ സ്റ്റേ ചെയ്യാം, ബാക്കി നമുക്ക് നാളെ നോക്കാം. ഇത് കേട്ടേക്ക് ചെന്നാണെങ്കിൽ വേഗം തന്നെ മീനയെ മാറ്റി നിർത്തുന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, നിനക്കിത് എന്തിൻ്റെ കേടാ? വേണ്ടാത്ത വെയ്യാവേലി തലേ വെക്കാൻ നിൽക്കണ്ടാട്ടാ. അപ്പോഴാണ് മീന കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പം കണ്ട മെയ്യുടെ അതേ സ്റ്റേജിലായിരുന്നു സാക്ഷാൽ മീന. ഒരു കൈക്കുഞ്ഞിനെയും പിടിച്ച് എന്ത് ചെയ്യണമെന്നറിയാണ്ട് ചാടിച്ചാവാൻ നിൽക്കുമ്പോഴാണ് ചെന്ന് വരുന്നതും അവരെ രക്ഷിക്കുന്നതും. ആ സമയത്ത് ചെന്ന് ചോദിച്ചൊരു കാര്യമുണ്ട്, നീ എന്തിനാ ചാവാൻ നോക്കുന്നത്? അറ്റ്ലീസ്റ്റ് നിനക്ക് ഈ കുഞ്ഞേലുമില്ലേ സ്വന്തമായിട്ട് ജീവിക്കാൻ? ആ ഒരൊറ്റ കാരണം പോരെ? അങ്ങേർക്കറിയാം ആരുമില്ലാത്തതിൻ്റെ വേദന എന്താന്ന്. തൻ്റെ കൺമുന്നിൽ വെച്ച സ്വന്തം കുഞ്ഞിനെയും ഭാര്യനെയും നഷ്ടമായത്. അങ്ങനെയൊക്കെ കൂടെ ആലോചിച്ചപ്പോൾ മീന ചെയ്യുന്നതാണ് ശരിയെന്ന് പുള്ളിക്കാരന് മനസ്സിലായി. അങ്ങനെ കുറേ സമയം കഴിഞ്ഞു. ഏകദേശം പുലർച്ചെയായിട്ടുണ്ട്. കടയിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ പോയിരിക്കുകയാണ് ചെൻ. ആ ഒരു കറക്റ്റ് സമയത്താണ് ഒരു വണ്ടി നിറച്ച് ഗുണ്ടകളുമായിട്ട് പാക്യുൻ്റെ അസിസ്റ്റന്റ് വരുന്നത്, ലീന. വരികയെന്ന് മാത്രമല്ല, മീനേനെ അടിച്ചിട്ടതിന് ശേഷം ഡീയിനെയും മെയ്യിനെയും അങ്ങ് കൊണ്ടുപോകുന്നു. മീനക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഈ സമയത്താണ് ചെന്ന് വരുന്നത്. എന്നാൽ അപ്പോഴേക്കും അവർ പോയിരുന്നു. തൻ്റെ വെയ്യാത്ത കാലും വെച്ച് പിന്നാലോടാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ ഒരേ ഒരു ഓപ്ഷൻ മാത്രം, പോലീസ് സ്റ്റേഷൻ. എന്നാൽ അവിടെയാണെങ്കിൽ ഇഷ്ടം പോലെ കേസുകളാണ്. സോ തൽക്കാലത്തിന് പുറത്ത് വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഇത് കേട്ടേക്ക് മീനക്കാണെങ്കിൽ ഭ്രാന്ത് കയറുന്നു. അപ്പോഴാണ് സ്റ്റേഷനിലോട്ട് ക്യാൻ വരുന്നത്. അതുകൂടെ കണ്ടേക്ക് ഇവർക്ക് ഒന്നുകൂടെ ദേഷ്യം വരുന്നു. ചെന്നാണേലും ശരി, മീനയാണേലും ശരി, കാണാൻ പാടില്ലാത്ത സാഹചര്യങ്ങളിലാണ് ഓഫീസർ ക്യാനെ കണ്ടിട്ടുള്ളത്. അതും ബ്രോത്തൽ ഹൗസിൻ്റെ ഉള്ളിൽ നിന്നൊക്കെയാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് പോലീസുകാരെ വിശ്വസിക്കാൻ അവരെ കൊണ്ട് പറ്റുന്നില്ല. നിങ്ങളൊക്കെ അവരുടെ ആളുകളാ, എനിക്കത് നന്നായിട്ടറിയാം എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുകയാണ് മീന. ഇതൊക്കെ കണ്ട് ക്യാനാണെങ്കിൽ എന്ത് പറയണമെന്നറിയില്ല. അങ്ങനെ അവർ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഈ സമയത്താണ് ജോർജിൻ്റെ പിള്ളേരെ ചോദ്യം ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ തെളിവൊന്നുമില്ലല്ലോ, പിന്നെ എന്ത് കണ്ടിട്ടാ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? ഇത് കേട്ടേക്ക് നൈസായിട്ട് മറ്റേ മയക്കുമരുന്നിൻ്റെ ബോട്ടിലുണ്ടല്ലോ, അതങ്ങ് പോക്കറ്റിലേക്ക് വെച്ചു കൊടുക്കുന്നു. ഇവന്മാരെ അറസ്റ്റ് ചെയ്യാൻ അത് ധാരാളം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ക്യാൻ മിസ്സിംഗ് ഫയൽ നോക്കുന്നത്. ചെന്നാണെങ്കിൽ എന്തോ ഭാഗ്യത്തിന് ഡിയും മെയ്യും ഒരുമിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ആ ഫോട്ടോ സഹിതമാണ് കംപ്ലൈൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്തുള്ള മെയ്യിനെ കണ്ടേക്ക് പുള്ളിക്കാരനാകെ ഞെട്ടിയിരിക്കുകയാണ്. ഇന്നലെ രാത്രി റെസ്ക്യൂ ചെയ്ത 15 പെൺകുട്ടികളിൽ അവൻ കിസ് ചെയ്ത മെയ്യില്ല. അങ്ങനെ ക്യാൻ ജോർജിനെ വേണ്ട പോലെ ചോദ്യം ചെയ്യുന്നു. ഒരു വൈറ്റൽ ഇൻഫർമേഷനും കിട്ടുന്നു. ആ ഇൻഫർമേഷനും കൊണ്ട് നേരെ ചീഫിനെ കാണാനാ പോകുന്നത്. ഇതാണ് ഇവരുടെ ചീഫ്. 15 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് സിനിമയുടെ തുടക്കത്തിൽ തന്നെ ലിൻ ഹയേനെക്കുറിച്ചും ഗോൾഡ് റോബറിയെക്കുറിച്ചും 2 പോലീസുകാർ ചർച്ച ചെയ്തിരുന്നല്ലോ. അതിലത്തെ ഒരു പോലീസുകാരനാണ് ഇപ്പോഴത്തെ ചീഫ്. അയാൾക്കാണെങ്കിൽ ക്യാനോടൊരു പ്രത്യേക ഇഷ്ടമാണ്. അതിനൊരു കാരണമുണ്ട്. ചീഫിൻ്റെ ഉറ്റ സുഹൃത്തിൻ്റെ മകനാണ് ഓഫീസർ ക്യാൻ. എന്നാൽ ആ സുഹൃത്ത് ഇന്ന് ജീവനോടെ ഇല്ല. അപ്പോഴാണ് ഓഫീസർ ക്യാനിൻ്റെ കഥ അങ്ങ് കാണിക്കുന്നത്. അന്ന് രാത്രി, അതായത് ലിൻ ഹയ രക്ഷപ്പെട്ട രാത്രി, ഒരു കൊച്ചുകുട്ടിയാണ് അവനെ നേരിട്ട് കണ്ട ഏക സാക്ഷി. മുഖം മൊത്തം കെട്ടിവെച്ച് കാലിനൊട്ടും വയ്യാണ്ടാണ് ലിൻഹയ അന്ന് പോയിരുന്നത്. ലിൻഹയനെ കാണുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് ഒരു ഗൺഷോട്ട് സൗണ്ട് ആ കുട്ടി അങ്ങ് കേൾക്കാൻ ഇടയാവുന്നത്. നോക്കുമ്പോൾ റോഡരികിൽ തൻ്റെ അച്ഛനാണ് വെടിയേറ്റ് മരിച്ചിരിക്കുന്നത്. അതായത് ചീഫിൻ്റെ ഏക സുഹൃത്ത് ക്യാനിൻ്റെ അച്ഛൻ. ആ ചെറിയ കുട്ടിയായിരുന്നു സാക്ഷാൽ ഓഫീസർ ക്യാൻ. തൻ്റെ അച്ഛനെ കൊന്ന ലിൻഹയനെ ഇല്ലാണ്ടാക്കുക, അതാണ് ക്യാനിൻ്റെ യഥാർത്ഥ ലക്ഷ്യം. ചീഫ്, എൻ്റെ അച്ഛൻ്റെ മരണത്തിന് ഉത്തരവാദികളെ ഞാൻ എന്തായാലും തീർക്കും. ക്യാൻ, അവരെയൊക്കെ എങ്ങനെ കണ്ടെത്താനാ? അന്നത്തെ ആ ഗോൾഡ് റോബറി കേസിൽ ഇഷ്ടം പോലെ ആളുകളുണ്ടായിരുന്നു. എനിക്കറിയില്ല, പക്ഷെ ഞാൻ കണ്ടെത്തും. ശരി, ഓക്കെ. പിന്നെ മറ്റൊരു കാര്യം, നീ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് പാക്കിനുമായിട്ടാണ്. എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയാം, എല്ലാം നോക്കിയും കണ്ടും വേണം ചെയ്യാൻ. നിയമം വിട്ട് ഒരു കളിക്കും നിൽക്കരുത്. പാക്കിൻ്റെ പിന്നാലെ പോവാന്ന് പറയുന്നത് അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ചീഫ് അങ്ങനെ പറയുന്നത്. ഇതേ സമയം നാട്ടുകാരുടെ സഹായത്തോടു കൂടെ ഡീനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് മീനയും ചെന്നും കൂടെ. അവിടെയുള്ള സകലമാന CCTVയും ചെക്ക് ചെയ്യുന്നു. അതിനകത്തുണ്ട് ഇവരുടെ വീട്ടിലോട്ട് വന്ന പാക്കിൻ്റെ ആളുകൾ സഞ്ചരിച്ച കാറ്. അങ്ങനെ കാറിൻ്റെ ഫോട്ടോ അവിടെയുള്ള മെയിൻ മെക്കാനിക്കിന് അങ്ങ് കാണിച്ചു കൊടുക്കുന്നു. എടാ, ഈ വണ്ടി എനിക്കറിയാം, കുറച്ച് ദിവസം മുമ്പ് ഇവിടുന്ന് അത് റിപ്പയർ ചെയ്യാമെന്ന് മാത്രമല്ല അവർ പറഞ്ഞ സ്ഥലത്തോട്ടും ഞാൻ എത്തിച്ചു കൊടുത്തു എന്നും പറഞ്ഞ സ്ഥലം അങ്ങ് കാണിച്ചു കൊടുക്കുന്നു. അതാണെങ്കിൽ വലിയൊരു ബിൽഡിംഗ് ആണ്. അങ്ങനെ ആ ബിൽഡിംഗ് കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. അപ്പോഴാണ് ഒരു പലചരക്ക് കടക്കാരൻ ഒരു കാര്യം പറയുന്നത്. ഞാനാ അങ്ങോട്ട് സാധനങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്നത്. ഇതേ സമയം ഡീനെയാണ് കാണിക്കുന്നത്. അവളുടെ കൂടെ ധാരാളം കൊച്ചു കുട്ടികളുണ്ട്. ഈ സമയത്താണ് അവർക്കുള്ള ഫുഡും കൊണ്ട് സെക്യൂരിറ്റി വരുന്നത്. അതാണെങ്കിൽ ഒരു വൃത്തികെട്ട ഫുഡും.
നല്ലോണം കഴിച്ചോ, വെയിറ്റ് ലോസ് എങ്ങാനും ഉണ്ടായാ നിൻ്റെയൊക്കെ വാല്യൂ കുറയും. അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ നിന്നെയൊക്കെ ഞങ്ങളങ്ങ് തീർക്കും എന്നൊക്കെയാണ് സെക്യൂരിറ്റി പറയുന്നത്. ഇതെല്ലാം കേട്ട് ഡിയും ബാക്കിയുള്ള കുട്ടികളും ആകെ പേടിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡി കൂടെയുള്ള പെൺകുട്ടികൾക്ക് അവളുടെ കയ്യിലെ ലോലിപോപ്പ് കൊടുക്കുന്നത്. അങ്ങനെ രാത്രിയായി. മീനയും ചെന്നും ആകെ കയ്യിന്ന് പോയിട്ടാണ് ഇരിക്കുന്നത്. എന്നാൽ ചെൻ അന്ന് രാത്രി ഒരു തീരുമാനമെടുത്തു. എന്ത് ചെയ്തിട്ടാണേലും വേണ്ടില്ല, ആ ബിൽഡിങ്ങിനകത്ത് കയറിപ്പറ്റണം, ഡീനെ രക്ഷിക്കണം. അങ്ങനെ രാവിലെയായി. ക്യാനവൻ്റെ അസിസ്റ്റന്റിനെയും കൊണ്ട് ബിൽഡിങ്ങിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ജോർജ് കൊടുത്ത വൈറ്റൽ ഇൻഫർമേഷൻ, അതാണ് ഈ ബിൽഡിങ്. അങ്ങനെ ആരും അറിയാണ്ട് അകത്ത് കയറുന്നു. അവിടെയാണെങ്കിൽ ഫുൾ ക്യാമറാസാണ്. എന്തോ ഭാഗ്യത്തിന് ആരും ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ പതുക്കെ പതുക്കെ അകത്തോട്ട് പോകുന്നു. ഇതേസമയം പലചരക്ക് കടക്കാരൻ ബിൽഡിങ്ങിലേക്കുള്ള പച്ചക്കറി കൊണ്ടുവരുന്നു. അതിനകത്ത് ആരും അറിയാണ്ട് സാക്ഷാൽ ചെന്നുണ്ട്. അങ്ങനെ അവനും പതുക്കെ പതുക്കെ ശബ്ദം ഉണ്ടാക്കാതെ അകത്ത് കയറുന്നു. ഇവിടെ ക്യാനാണെങ്കിൽ വല്ലാത്ത കാഴ്ചകളാണ് കാണുന്നത്. ചെറിയ ബോക്സിലായിട്ട് എന്തൊക്കെയോ കൊണ്ടുപോകുന്നു. അതുമാത്രമല്ല, ചെറിയ ചെറിയ പെൺകുട്ടികളെ ഓൺലൈനായിട്ട് ലേലം ചെയ്ത് വിൽക്കുന്നു. ഇതൊക്കെ കണ്ടേക്ക് ക്യാനാണെങ്കിൽ വേഗം തന്നെ വീഡിയോ എടുക്കുന്നുണ്ട് തെളിവിനായിട്ട്. ഇവിടെ ചെന്ന് നോക്കുമ്പോണ്ട് ഒരു പെൺകുട്ടീനെ മാരകമായിട്ട് ടോർച്ചർ ചെയ്യുന്നു. ചെന്നും ക്യാനും വേറെ വേറെ ഫ്ലോറിലാണ് കേട്ടാ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ക്യാൻ മെയ്യിനെ കണ്ടെത്തുന്നത്. അവളാണെങ്കിൽ ആകെ പേടിച്ചിരിക്കുകയാണ്. സാറേ, എന്നെ ഓർമ്മയില്ലേ, ഇന്നലെ പബ്ബി വെച്ച് കണ്ട ആ കുട്ടിയെ ഞാൻ. പ്ലീസ് എന്നെ എങ്ങനെയും ഇവിടെ നിന്ന് രക്ഷിക്കണം. പേടിക്കണ്ട, ഞാൻ നിന്നെ രക്ഷിക്കാനാണ് വന്നത്. പക്ഷെ എനിക്ക് കുറച്ചുകൂടെ സമയം വേണം. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഗാർഡ്സ് അങ്ങോട്ട് വരുന്നത്. പിന്നെ ക്യാൻ ഒന്നും നോക്കിയില്ല, നൈസായിട്ട് അങ്ങ് മാറുന്നു. അങ്ങനെ ക്യാൻ ഒരു പ്രത്യേക റൂമാണ് കണ്ടെത്തുന്നത്. അതിനകത്താണെങ്കിൽ സ്ത്രീകളുടെ ശവശരീരമാണ്. അതുമാത്രമല്ല, അവരുടെ മേലാകെ സർജറി ചെയ്തതിൻ്റെ പാടുകളാണ്. വിച്ച് മീൻസ് ഓർഗൻ ട്രാഫിക്കിംഗ്. ഓരോ കുട്ടികളുടെയും ഓർഗൻസാണ് ഇവർ ഓരോ ബോക്സിലാക്കി കൊണ്ടുപോകുന്നത്. ഇതൊക്കെ കണ്ടിട്ടാകെ സ്റ്റെക്കായിട്ടിരിക്കുകയാണ് ഓഫീസർ ക്യാൻ. ഇതേസമയം ചെൻ ഒരു ഗാർഡിനെ ഫോളോ ചെയ്യുന്നു. അയാളാണെങ്കിൽ ഒരു പെൺകുട്ടീനെയും കൊണ്ട് റൂമിൽ അടച്ചിടാൻ പോയിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു മാരക കാഴ്ചയങ്ങ് കാണുന്നത്. ആ റൂമിനകത്ത് ഡിയുടെ ലോലിപോപ്പ് ഉണ്ട്, എന്നാൽ ഡി ഇല്ല. ഇത് കണ്ടേക്ക് വേഗം തന്നെ ആ ഗാർഡിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാക്കുന്നു. എന്നിട്ട് ആ പെൺകുട്ടികളോട് ഡീനെക്കുറിച്ച് ചോദിക്കുന്നു. എന്നാൽ അവർ പറയുന്നതനുസരിച്ച് ഡീനെ ഇവിടുന്ന് മറ്റെങ്ങോട്ടോ മാറ്റിയിട്ടുണ്ട്. അങ്ങനെ മാറ്റിയിട്ടുള്ള ഒരു പെൺകുട്ടിയും പിന്നീട് തിരിച്ചു വന്നിട്ടില്ല. ഇതൊക്കെ കേട്ടേക്ക് പുള്ളിക്കാരനാണെങ്കിൽ ആകെ കയ്യിന്ന് പോകുന്നു. ഇവരുടെ ദേഹത്താണെങ്കിൽ ആകെ സർജറി കഴിഞ്ഞ പാടുകളാണ്. അവരെല്ലാവരും ഒന്ന് രക്ഷിക്കുമെന്നും ചോദിച്ച് ചെന്നിനോട് യാചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ക്യാൻ ആ റൂമിലോട്ടങ്ങ് വരുന്നത്. ഇവനെ കണ്ടതും ചെൻ വല്ലാണ്ടങ്ങ് തെറ്റിദ്ധരിക്കുന്നു. ക്രിമിനൽസും പോലീസും ഒരുമിച്ചുള്ള കളിയാണോ എന്ന് ചെന്നിന് നല്ല സംശയമുണ്ട്. പിന്നെ പറയണ്ടല്ലോ, ചെന്ന് കയറി അങ്ങ് അടിക്കുകയാണ് ക്യാനെ. പിന്നെ അവിടെ രണ്ടും കൂടെ ഗംഭീര ഫൈറ്റാണ്. എന്നാൽ ഒരു തരി ശബ്ദം പോലും ഉണ്ടാക്കാണ്ട രണ്ടും കൂടെ അടി കൂടുന്നത്. അതിൽ നിന്ന് ചെന്നിന് ഒരു കാര്യം മനസ്സിലായി. ക്യാൻ അവരുടെ ആളാണെങ്കിൽ ഒച്ച വെച്ചാൽ പോരെ, എന്തിനാണ് ആരും അറിയാണ്ട് ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്? സോ അവൻ ശത്രുവല്ല, മിത്രാണ്. പെട്ടെന്നാണ് ഇവരുടെ ഫൈറ്റിൻ്റെ ഇടയിൽ അലമാരി അങ്ങ് നിലത്തോട്ട് വീഴുന്നത്. പിന്നെ പറയണ്ടല്ലോ, ആ ബിൽഡിങ്ങിനകത്തുള്ള മുഴുവൻ ഗാർഡ്സ് ഇവരുടെ നേർക്കാണ് വരുന്നത്. അതാണെങ്കിൽ ഒരു പടയുണ്ട്. അത്രയും പേരെ അടിച്ചു ഒതുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അങ്ങനെ MMA ഫൈറ്ററായ ചെന്നും പോലീസുകാരനായ ക്യാനും കൂടെ അങ്ങ് അടിക്കാൻ ആരംഭിക്കുന്നു. രണ്ട് സൈഡിൽ നിന്നും ഗുണ്ടകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിൽ ക്യാനും മറ്റേ സൈഡിൽ ചെന്നും. പിന്നെ അവിടെ ഗംഭീര ഫൈറ്റാണ്, അടിയോടടി. ഒരു ജാതക്കുള്ള ആൾക്കാരുണ്ട്. ഒരു വിധത്തിലാണ് ഇവർ പിടിച്ചു നിൽക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വലിയൊരു പൈപ്പ് കിട്ടുന്നത്. അതും വെച്ച് രണ്ടും കൂടെ എല്ലാത്തിനും അടിച്ചിടുന്നു. അങ്ങനെ ഒരു സൈഡിലത്തെ ഗുണ്ടകൾ അവസാനിച്ചു. എന്നാൽ പിന്നെയും പിന്നെ ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ ചെന്ന് ഒന്നും നോക്കിയില്ല. ലിൻഹയുടെ പ്രധാന ഐഡന്റിറ്റി, വൺ ആൻഡ് ഓൺലി സ്പെഷ്യൽ പഞ്ച്, അതങ്ങ് പുറത്തെടുക്കുന്നു. ഒരൊറ്റയിടി എല്ലാവരും തെറിച്ച് വീഴുകയാണ്. അങ്ങനെ ആ ഒരു ഗ്യാപ്പിൽ അവർ രക്ഷപ്പെടുന്നു. ആ സമയത്താണ് ചെന്നിൻ്റെ ലെഗ് ഇഞ്ചുറി ക്യാനിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ആ ഒരു ഫിസിക്, അതേപോലെ ഇഞ്ചുറി, അതെല്ലാം കാണുമ്പോൾ അന്നത്തെ രാത്രിയാണ് ക്യാൻ ഓർമ്മ വരുന്നത്. അവൻ്റെ അച്ഛൻ മരിച്ച ആ രാത്രി, സാക്ഷാൽ ലിൻ ഹയേനെ. പുള്ളിക്കാരൻ എന്തൊക്കെയോ ഡൗട്ട് അടിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ക്യാനിൻ്റെ അസിസ്റ്റന്റ് അവരെ അവിടുന്ന് കൊണ്ടുപോകുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തീരും. ചെന്നിൻ്റെ കാലിനാണെങ്കിൽ നല്ല പ്രശ്നമുണ്ട് കേട്ടാ. സോ എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കാനാ ക്യാൻ പറയുന്നത്. എന്നിട്ട് വേഗം തന്നെ ചീഫിനെ കാണാൻ പോകുന്നു. പാക്വിനെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ തെളിവുകളും ഉണ്ട് ഇപ്പോൾ. എന്നാൽ ചീഫാണെങ്കിൽ വേണ്ടാന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, അവർ പിടിച്ചു വെച്ചിട്ടുള്ള ജോർജിനെ വെറുതെ വിടാനും പറയുന്നു. ഇതൊക്കെ കേട്ടേക്ക് ക്യാനാണെങ്കിൽ കയറി വരികയാണ്. അത്രയും കഷ്ടപ്പെട്ടിട്ടാ എവിഡൻസ് കൊണ്ടുവന്നത്. സാർ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എൻ്റെ പൊന്ന് ക്യാൻ, മേളിൽ നിന്ന് നല്ല പ്രഷറുണ്ട്. അതുമാത്രമല്ല, നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനും കൂടിയിട്ടാ എൻ്റെ ഈ തീരുമാനം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാക്ഷാൽ പാക്വിനെ കാണിക്കുന്നത്. അവിടെയാണ് ഇപ്പം മെയ്യുള്ളത്. അവളെ നഗ്നമായിട്ടിരുത്തി പെയിൻറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാക്വിൻ. അപ്പോഴാണ് അങ്ങോട്ട് ലീന വരുന്നത്. സത്യം പറഞ്ഞാൽ ലീന ജസ്റ്റ് ഒരു അസിസ്റ്റന്റ് മാത്രമല്ല, അവളുടെ അച്ഛനായിരുന്നു ഇവിടെയുള്ള ഗ്യാങ് റൺ ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ പാക്വിനാണ്. പാക്വിൻ അവളുടെ അങ്കിളാണ്.
അവൾക്കാണെങ്കിൽ ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, തൻ്റെ അച്ഛൻ്റെ മരണത്തിന് ഉത്തരവാദികളെ കണ്ടെത്തുക, കൊല്ലുക. അന്നത്തെ ബോസിനെ തീർത്ത് വേറെ ആരുമില്ല, ലിൻഹയ എന്ന ചെന്ന് തന്നെയാണ്. ചുരുക്കി പറഞ്ഞ ലീനയുടെ അച്ഛനായിരുന്നു പാക്വിനേക്കാൾ മുകളിലുള്ള ആള്. അയാൾ മരിച്ചതിന് ശേഷമാണ് ബോസ് എന്ന പദവി പാക്വിൻക്ക് കിട്ടുന്നത്. ലീന, ആ ലിൻഹയ ഇപ്പോഴും ജീവനോടെയുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ ഗോൾഡ് അവൻ്റെ കയ്യിലുണ്ട്, അതെനിക്ക് ഉറപ്പാണ്. ഈ സമയത്താണ് അവരുടെ ബിൽഡിങ്ങിൽ നടന്ന ഫൈറ്റിങ്ങിൻ്റെ CCTV വിഷ്വൽസ് ലീന പാക്വിൻക്ക് അങ്ങ് കാണിച്ചു കൊടുക്കുന്നത്. അതിനകത്തുണ്ട് ക്യാൻ ആൻഡ് ചെൻ. ഈ ചെന്നിൻ്റെ സ്പെഷ്യൽ പഞ്ച് കണ്ടേക്ക് അങ്ങേർക്ക് മനസ്സിലായി. മുഖം മാത്രമേ മാറിയിട്ടുള്ളൂ, അവൻ തന്നെയാണ് സാക്ഷാൽ ലിൻഹയ എന്നുള്ളത്. പിന്നെ മറ്റൊരു കാര്യം, ഇവർക്ക് ഒടുക്കത്തെ പിടിപാടാണ്. പെൺകുട്ടികളുടെ ഓർഗൻസ് എല്ലാം ഇവിടെയുള്ള രാഷ്ട്രീയക്കാർക്ക് വരെ സപ്ലൈ ചെയ്തു കൊടുക്കും. ഓരോരുത്തരുടെ കണ്ണ് മാറ്റിവെക്കുക, ഹൃദയം മാറ്റിവെക്കുക, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും VIP ക്ലയൻറ്റുകൾക്കായിട്ട് അവർ ചെയ്തു കൊടുക്കും. അപ്പം പിന്നെ പിടിപാടില്ലാണ്ടിരിക്കുമോ? അങ്ങനെ പാക്യം പറയാണ്, ലീന, ഞാൻ എപ്പോഴും ഒരുത്തൻ്റെ പേര് പറയാറില്ലേ, നിന്റെ അച്ഛനെ കൊന്നവൻ്റെ പേര് ലിൻഹയ. അവൻ്റെ അതേ ഫൈറ്റിംഗ് രീതികൾ. ഈ ചെന്നും ലിൻഹയയും തമ്മിൽ എന്തോ ബന്ധമുണ്ട്, അല്ലെങ്കിൽ അവൻ തന്നെയാണ് ലിൻഹയ. ഇതൊക്കെ കേട്ടേക്ക് ലീന ലിൻഹയനെ പിടിക്കാൻ പോകുന്നു. ഇവിടെ ക്യാനാണെങ്കിൽ ലിൻഹയയുടെ പഴയ ഫയൽസൊക്കെ ചെകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവനൊരു MMA ഫൈറ്റർ ആയിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. സോ ലിൻഹയ പങ്കെടുത്തിട്ടുള്ള എല്ലാ ഗെയിംസിൻ്റെയും വീഡിയോസ് വെച്ച് നോക്കുന്നു. അതിനകത്തുണ്ട് അതേ സ്പെഷ്യൽ പഞ്ച്, അത് മാത്രമല്ല അതേ ഫിസിക്, പിന്നെ അന്ന് രാത്രി കണ്ട കാലിൻ്റെ മേളിലുള്ള ഇഞ്ചുറി, എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ അങ്ങേർക്ക് നല്ല ഡൗട്ട് അടിക്കുന്നുണ്ട് ചെന്നിനെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ക്യാനൊരു ഫോൺ കോൾ വരുന്നത്. ചെൻ ഹോസ്പിറ്റലിൽ നിന്ന് ചാടിപ്പോയി എന്നും പറഞ്ഞിട്ട്. അത് കേട്ടേക്ക് അങ്ങേർക്കാണെങ്കിൽ ഭ്രാന്ത് കയറുന്നു. ഇതേ സമയം ചെൻ നേരെ റെസ്റ്റോറൻറ്റിലോട്ടാണ് പോകുന്നത്. എന്നാൽ അവിടെയുണ്ട് ലീനയും അവളുടെ ഗുണ്ടകളും. അവരാണെങ്കിൽ മീനേനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. നിനക്കെന്താ വേണ്ടത്? അവരെ വിട്ടേക്ക്. ഞാൻ ആരാന്ന് നിനക്ക് മനസ്സിലായോ? പണ്ട് കാലത്ത് ഇവിടെ വലിയൊരു ഗ്യാങ് ഉണ്ടായിരുന്നു. അവരുടെ ബോസിനെയും കൊന്ന് അവരുടെ സ്വർണം ഒരുത്തൻ കട്ടുകൊണ്ടുപോയി, ലിൻഹയ. അയാളുടെ അതേ ഫൈറ്റിംഗ് രീതികളാണ് നീ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. സോ പറ, ആരാ നീ? അന്ന് മരിച്ച ബോസ് എൻ്റെ അച്ഛനായിരുന്നു. ഇത് കേട്ടേക്ക് ചെന്നിനാണെങ്കിൽ ഒന്നും പറയാനില്ല. അങ്ങനെ ഭ്രാന്ത് കയറിയ ലീന മീനയുടെ 2 കാലിലോട്ടും അങ്ങ് ഷൂട്ട് ചെയ്യുന്നു. ഈ സമയത്താണ് ചെന്നിനെ ചോദ്യം ചെയ്യാനായിട്ട് ക്യാൻ അങ്ങോട്ടെത്തുന്നത്. എന്നാൽ അവിടെയാണെങ്കിൽ ഫുൾ ഗുണ്ടകളാണ്. പിന്നെ അങ്ങേര് വെറുതെ ഇരിക്കുമോ? ഗണ്ണെടുക്കുന്നു, അങ്ങ് പൊട്ടിക്കാൻ ആരംഭിക്കുന്നു. പിന്നെ അവിടെ ഗംഭീര ഷൂട്ടൗട്ടാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഷൂട്ട് ചെയ്യുന്നു. ധാരാളം ഗുണ്ടകളാണ് മരിച്ചു വീഴുന്നത്. എന്നാൽ ലീനയ്ക്ക് ക്യാനുമായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. പിന്നെ അവൾ ഒന്നും നോക്കിയില്ല, അവിടെയുള്ള ഫയർ എക്സ്റ്റിങ്ക്വിഷർ അങ്ങ് പൊട്ടിക്കുന്നു. എന്നിട്ട് അതിൻ്റെ മറവിൽ രക്ഷപ്പെടുന്നു. ഇതേ സമയം ചെന്നാണെങ്കിൽ വേഗം തന്നെ മീനയുടെ അടുത്തോട്ടാണ് പോകുന്നത്. അപ്പോഴാണ് അയാൾ ആ ഞെട്ടിക്കുന്ന കാഴ്ച അങ്ങ് കാണുന്നത്. അവളുടെ വയറിലായിട്ട് ബുള്ളറ്റ് കൊണ്ടിരിക്കുന്നു. മീന ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. എന്നാൽ മരിക്കുന്നതിന് മുമ്പ് തൻ്റെ മകളുടെ പേരാണ് ചെന്നിനോട് പറയുന്നത്. ആ ഒരൊറ്റ പോയിന്റ് വെച്ച് ചെൻ അവൾക്കൊരു പ്രോമിസ് കൊടുക്കുന്നു, താൻ ചത്താലും ഡീനെ തിരിച്ചു കൊണ്ടുവരും. അങ്ങനെ മീന അങ്ങില്ലാണ്ടായി. ഇതൊക്കെ കണ്ടിട്ടാകെ തകർന്നിരിക്കുകയാണ് ചെൻ. ആദ്യം സ്വന്തം ഭാര്യ, മകൾ, ഇപ്പം ഇതാ താൻ അത്രയും സ്നേഹിക്കുന്ന ഒരാൾ. തൻ്റെ സ്നേഹം ഒന്ന് തുറന്നു പറയാൻ പോലും സാധിച്ചിട്ടില്ല. ഈ സമയത്താണ് ക്യാൻ അവനെ സ്റ്റേഷനിലോട്ട് വിളിക്കുന്നത്. ചെൻ, നീ എത്രയും വേഗം സ്റ്റേഷനിലോട്ട് വാ. നീയാണോ ലിൻഹയ എന്നുള്ളതിന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. ഇത് കേട്ടേക്കൊരു ഭ്രാന്തനെ പോലെയാണ് ചെന്ന് പെരുമാറുന്നത്. മാരകടിയാണ് ക്യാനിട്ട് കൊടുത്തോണ്ടിരിക്കുന്നത്. ക്യാനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇനിയിപ്പോൾ തിരിച്ചടിക്കാന്നല്ലാണ്ട് വേറെ ഒരു മാർഗവുമില്ല. പക്ഷെ യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല. ചെൻ അവനെ അങ്ങ് ഹാൻഡ് കഫ് ചെയ്യുന്നു, ഡീനെ രക്ഷിക്കാൻ പോകുന്നു. അങ്ങനെ ഒരു വിധത്തിലാണ് ഹാൻഡ് കഫ് ഊരി ലിൻഹയനെ കണ്ടെത്തിയ കാര്യം ചീഫിനെ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. എന്നാൽ വിളിച്ചു നോക്കുമ്പോൾ അവനൊരു മീറ്റിങ്ങിലാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കറക്റ്റ് സമയത്താണ് തൻ്റെ കൺമുന്നിലൂടെ അതേ ചീഫ് പോകുന്നത്. മീറ്റിങ്ങിലാന്ന് കള്ളവും പറഞ്ഞ് ഇയാളിത് എങ്ങോട്ടാ പോകുന്നത്? അങ്ങനെ ക്യാൻ ചീഫിനെ ഫോളോ ചെയ്യുന്നു. അയാളാണെങ്കിൽ ലീനേനെ കാണാനാണ് പോകുന്നത്. അത് കണ്ടേക്ക് ക്യാനാണെങ്കിൽ ഞെട്ടിയിരിക്കുകയാണ്. അങ്ങനെ ലീന പറയാണ്, സാറേ, സിറ്റിയിലുള്ള മുഴുവൻ പോലീസുകാരും സ്റ്റേഷനിൽ എന്നെ കാണണം. അത്രയും വലിയ ഡീലാ നാളെ നടക്കാൻ പോകുന്നത്. പിന്നെ നിന്റെ ആ സബോർഡിനേറ്റ് ഉണ്ടല്ലോ ക്യാൻ, അവനെക്കൊണ്ട് വലിയ ശല്യമായിട്ടുണ്ട്. അവൻ ഇനിയും കളിക്കാൻ നിന്നാ ഞങ്ങൾ അവനെ അങ്ങ് തീർക്കും. പറഞ്ഞില്ല എന്ന് വേണ്ട, ഞങ്ങൾ കാരണം നീ ചീഫായിട്ടിരിക്കുന്നത്, അത് മറക്കണ്ട. അപ്പം എല്ലാം പറഞ്ഞ പോലെ എന്നും പറഞ്ഞ് ലീന പോകുന്നു. ആ സമയത്താണ് ക്യാൻ അവൻ്റെ ഫ്രണ്ടിലോട്ടങ്ങ് വരുന്നത്. ഇയാളൊരു ചതിയനാന്ന് ക്യാന് മനസ്സിലായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചീഫ് ഒരു കാര്യം പറയുന്നത്. ക്യാൻ, നീ വിചാരിക്കുന്ന പോലെയല്ല, ഞാനൊരു ചതിയനല്ല. നിനക്കൊരു കാര്യം അറിയോ? ഇവിടെ ആദ്യം 6 ക്രിമിനൽ ഓർഗനൈസേഷൻസ് ഉണ്ടായിരുന്നു. എൻ്റെ പ്രവർത്തനം കാരണം ഇപ്പോൾ ഒരേ ഒരു ക്രിമിനൽ ഓർഗനൈസേഷൻ മാത്രമേ ഉള്ളൂ, പാക്വിൻ്റെ ആളുകൾ. പാക്വിനെ ഇല്ലാണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവൻ്റെ ആളായിട്ട് മാറണം. എന്തൊക്കെ പറഞ്ഞിട്ടും ക്യാൻ ആകെ ദേഷ്യത്തിലാണ് ഇരിക്കുന്നത്. സാറേ, എല്ലാം ശരിയായിരിക്കാം, പക്ഷെ നിങ്ങളിവിടെ ഒന്നും ചെയ്യാണ്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ധാരാളം വിക്ടിംസാണ് ഓരോ ദിവസവും കൊല്ലപ്പെടുന്നത്.
ഞാനെന്ത് ചെയ്യാനാ? എനിക്ക് വേറെ മാർഗമില്ല. ക്രിമിനൽസും പോലീസും തമ്മിൽ എന്നും യുദ്ധമാണ്. ആ യുദ്ധത്തിൽ ചില വിക്ടിംസ് ഉണ്ടാവും. അതെൻ്റെ തെറ്റല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലിൻ ഹയേനെ കണ്ടെത്തിയ കാര്യം ചീഫിനോടങ്ങ് പറയുന്നത്. അവനാണെങ്കിൽ അതൊക്കെ കേട്ട് കിളി പോയിട്ടാണ് നിൽക്കുന്നത്. ഇതേ സമയം ലീന ചേൻ അങ്ങ് ഫോൺ ചെയ്യുന്നു. എന്നിട്ട് ഡീനെയാണ് കാണിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് പറയാണ്, നീ എടുത്തുകൊണ്ട് പോയ ഗോൾഡ് തിരിച്ചു കൊണ്ടുപോവാ. എന്നാൽ മാത്രമേ ഡീനെ ഞങ്ങൾ വെറുതെ വിടുള്ളൂ. ഇത് കേട്ടേക്ക് ചെൻ അങ്ങ് തയ്യാറാവുന്നു. അവൻ ലിൻ ഹയയുടെ ദേഷ്യവും വാശിയും അങ്ങ് പുറത്തേക്കെടുക്കുന്നു. വർക്കൗട്ടൊക്കെ ചെയ്ത് ഗംഭീര തയ്യാറെടുപ്പിലാണ്. അതേപോലെ തന്നെയാണ് ക്യാനും. അങ്ങനെ ചെൻ ആർക്കോ ഫോൺ ചെയ്യുന്നു. ഇതേ സമയം ഒരു അബാൻഡൻ ബിൽഡിംഗ് ആണ് കാണിക്കുന്നത്. അവിടെയുണ്ട് പാക്വിൻ ആൻഡ് ലീന. അവർ ഡീനയും പിടിച്ചു വെച്ച് ചെന്നിനായിട്ട് കാത്തിരിക്കുകയാണ്. അതുമാത്രമല്ല, അയാൾ കിഡ്നാപ്പ് ചെയ്ത മുഴുവൻ സ്ത്രീകളെയും ഇന്നാണ് നാട് കടത്താൻ പോകുന്നത്. അവരുടെ കയ്യിൻ്റെ മേളിൽ QR കുത്തിവെച്ച് സ്കാൻ ചെയ്തിട്ടൊക്കെയാണ് അവരിവിടുന്ന് കൊണ്ടുപോകുന്നത്. സത്യം പറഞ്ഞ ഒരു ചെറിയ സാധനം വിൽക്കുന്ന ലാഘവത്തോടെ. അവിടെയുണ്ട് മെയ്. അങ്ങനെ അങ്ങോട്ടതാ സ്വർണവും കൊണ്ട് ചെന്നു വരുന്നു. അങ്ങനെ പാക്വിൻ പറയാണ്, ഹലോ ചെൻ. ഓ സോറി, ഹലോ ലിൻ ഹയ. നിന്റെ മുഖം മാറ്റിവെച്ചാലും നിന്റെ ഈ കണ്ണുകൾ ഒരിക്കലും കള്ളം പറയില്ല. അങ്ങനെ പാക്വിൻ അവൻ കൊണ്ടുവന്ന ഗോൾഡ് ചെക്ക് ചെയ്യുന്നു. എന്നാൽ അതിനകത്ത് ഹാഫേ ഉള്ളൂ, ഫുള്ളില്ല. ബാക്കി സ്വർണ്ണം എവിടെയെന്നും ചോദിച്ച് ചില്ലുകൊണ്ട് ഡീനെ അങ്ങ് ടോർച്ചർ ചെയ്യുന്നു. ഇവൻ ഫുള്ള് കൊണ്ടുവന്ന എന്തായാലും ഡീനെയും കൊല്ലും ചെന്നിനെയും കൊല്ലും. അതുകൊണ്ടാണ് ഹാഫും കൊണ്ട് വന്നിട്ടുള്ളത്. പാക്വിൻ, അവളെ വെറുതെ വിട്ടാൽ മാത്രമേ ബാക്കി സ്വർണ്ണം എവിടെയെന്ന് ഞാൻ പറഞ്ഞു തരുള്ളൂ. ഇത് കേട്ടേക്ക് ലീന ആ സ്വർണം കൊണ്ട് അവൻ്റെ തലയ്ക്കങ്ങടിക്കുന്നു. എന്നിട്ട് പറയാണ്, എൻ്റെ അച്ഛനെ കൊന്നതിനുള്ള പ്രതികാരം ഞാൻ തീർക്കും. അത് കേട്ടേക്ക് ചെൻ പാക്വിനെ വല്ലാത്തൊരു നോട്ടാണ് നോക്കുന്നത്. കാരണം അയാളുടെ ബോസിനെ, ലീനയുടെ അച്ഛനെ പാക്വിൻ തന്നെയാണ് കൊന്നുകളഞ്ഞത്. അതും ഈ സ്വർണത്തിനു വേണ്ടി. അതൊന്നും ലീനക്കറിയില്ല. അങ്ങനെ ഈ സമയത്താണ് ഇവരൊട്ടും പ്രതീക്ഷിക്കാണ്ട് ഒരു കൂട്ടം പോലീസ് വണ്ടി അങ്ങോട്ട് എത്തുന്നത്. അപ്പോഴാണ് ആ ട്വിസ്റ്റ് അങ്ങ് റിവീലാവുന്നത്. ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ചെൻ ആർക്കോ ഫോണിൽ വിളിച്ചിട്ടുണ്ട്. അത് വേറെ ആരുമല്ല, ക്യാനാണ്. ക്യാൻ, നിന്റെ അച്ഛനെ കൊന്നത് ഞാനല്ല. അതാരാന്ന് ഞാൻ കണ്ടുപിടിച്ചു തരാം. പക്ഷേ നീ എൻ്റെ കൂടെ നിന്നാൽ മാത്രമേ കൊലയാളിയെ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ എന്നും പറഞ്ഞ് അങ്കിൾ സിയുടെ കല്ലറയാണ് കാണിച്ചു കൊടുക്കുന്നത്. അതിനകത്താണ് ബാക്കി സ്വർണ്ണം ഇരിക്കുന്നത്. അങ്ങനെ ക്യാൻ പറയാണ്, എൻ്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് ഒരൊറ്റ വാക്കാ പറഞ്ഞ് ലെവോണ്ട എന്ന് വെച്ചാൽ ഗുഡ് ബൈ. അങ്ങനെ പോലീസ് എത്തുന്നു. പടപടാന്ന് പൊട്ടിക്കാൻ ആരംഭിക്കുന്നു. അവിടെയുള്ള ഗുണ്ടകളെ മൊത്തത്തിലങ്ങ് തീർക്കുകയാണ്. ഇത് കണ്ടേക്ക് പാക്വിൻ ഡീനെയും കൊണ്ട് മേളിലോട്ട് പോകുന്നു. പിന്നെ ചെൻ വെറുതെ ഇരിക്കോ, ക്യാനെയും കൂട്ടി പിന്നാലെ പോകുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലീന അവരുടെ നേർക്ക് വരുന്നത്. ക്യാൻ, നീ ഇവളുടെ കാര്യം നോക്ക്, ഡിയുടെ കാര്യം ഞാനേറ്റു എന്നും പറഞ്ഞ് ചെൻ പാക്വിൻ്റെ പിന്നാലെ പോകുന്നു. ഇവിടെ ലീനയും ക്യാനും ആണെങ്കിൽ ഗംഭീര ഫൈറ്റാണ്. അവളാണെങ്കിൽ ഒരു പ്രത്യേക കത്തി കൊണ്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. എന്നാൽ ക്യാൻ അവളെ പിടിച്ചങ്ങ് എറിയാണ്. ഇതേ സമയം ചെൻ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകളിലെത്തി. അവിടെയുണ്ട് ഡി. എന്നാൽ ഡി മാത്രമേ ഉള്ളൂ, പാക്വിനില്ല. ഈ സമയത്താണ് പാക്വിൻ ലിൻ ഹയ എന്ന് ഉറക്കി അങ്ങ് വിളിക്കുന്നത്. അവൻ നോക്കുമ്പോണ്ട് പുള്ളിക്കാരൻ്റെ കയ്യിലൊരു റിമോട്ട്, അതായത് അവിടെ ബോംബ് വെച്ചിട്ടുണ്ട്. പിന്നെ ചെൻ ഒന്നും നോക്കിയില്ല, ഡീനെയും കൊണ്ട് ഒരൊറ്റ ചാട്ടം. ആ ഒരു കറക്റ്റ് സമയത്താണ് ബോംബങ്ങ് പൊട്ടുന്നത്. എന്നാൽ എന്തോ ഭാഗ്യത്തിന് അവർ രക്ഷപ്പെട്ടു. എന്നാൽ ചെന്നിന് ആ ഒരു ചാട്ടത്തിൽ നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്. അങ്ങനെ പാക്വിൻ അവൻ്റെ നേർക്കാണ് വരുന്നത്. അപ്പോഴാണ് ക്യാൻ അങ്ങോട്ട് വരുന്നത്. വരാമെന്ന് മാത്രമല്ല, അവൻ്റെ ഷോൾഡറിലേക്ക് അങ്ങ് പൊട്ടിക്കുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും യാതൊരു കാര്യമില്ല. പാക്വിൻ അവനെ പിടിച്ചങ്ങ് എറിയാണ്. പാക്വിൻ എതിർത്ത് നിൽക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ക്യാനാണെങ്കിൽ ഒട്ടും വയ്യ, അവനെ കൊല്ലാൻ പോവുകയാണ് പാക്വിൻ. ഇതൊക്കെ കണ്ട ചെന്ന് പിന്നെ വെറുതെ ഇരിക്കോ, അവൻ കൊട്ടും വയ്യ. എന്നിട്ടും ക്യാനെ രക്ഷിക്കാനായിട്ട് പാക്വിൻ്റെ തലക്കങ്ങടിക്കുന്നു. പക്ഷെ എന്നിട്ടും യാതൊരു കാര്യമില്ല. പാക്വിൻ തിരിച്ചടിക്കാൻ ആരംഭിക്കുന്നു. അങ്ങനെ ഭ്രാന്ത് പാക്വിൻ ഡീനെ ബിൽഡിങ്ങിൻ്റെ താഴോട്ടങ്ങ് വലിച്ചെറിയാണ്. ക്യാനാണേലോ വേഗം തന്നെ ഡീനെ പിടിക്കാനായിട്ട് അങ്ങ് ചാടുന്നു. എന്തോ ഭാഗ്യത്തിന് അള്ളിപ്പിടിച്ചിരിക്കുകയാണ് രണ്ടുപേരും കൂടെ. എന്നാൽ പാക്വിൻ അവരെ താഴേക്കിടാൻ പോവുകയാണ്. ആ സമയത്താണ് ചെൻ രണ്ടും കൽപ്പിച്ച് അവനെ പിടിച്ചങ്ങ് താഴോട്ട് ചാടുന്നത്. രണ്ടുപേർക്കും നല്ല പരിക്കുണ്ട്, പ്രത്യേകിച്ച് ചെന്നിന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചെന്നിനെ തീർക്കാനായിട്ട് ലീൻ അങ്ങോട്ട് വരുന്നത്. ഇത് കണ്ടേക്ക് ചെൻ പാക്വിനെ കൊണ്ട് സത്യങ്ങളെല്ലാം തുറന്നു പറയിക്കുന്നു. നീ എന്തിനാ എൻ്റെ ഭാര്യനെയും മകളെയും കൊന്നുകളഞ്ഞ് എൻ്റെ കുറുകെ വരുന്നത് ആരാണേലും ഞാൻ തീർക്കും. ഓ, അതുകൊണ്ടാലേ നീ ആ ലീനയുടെ അച്ഛനെ കൊന്നുകളഞ്ഞ്? അതേടാ, അവൻ എന്നെ താഴ്ത്തി കണ്ടു, അതുകൊണ്ടാ അവനെ അങ്ങ് തീർത്ത് കളഞ്ഞ്. ഇത് കേട്ടേക്ക് ലീന അവളുടെ കത്തി കൊണ്ട് അങ്ങേരുടെ മുതുകിലായിട്ട് അങ്ങ് കുത്തുന്നു. അതും 5-6 പ്രാവശ്യമാണ് കുത്തുന്നത്. അങ്ങനെ പാക്വിൻ അവളുടെ കയ്യിൽ നിന്ന് കത്തി അങ്ങ് മേടിച്ചെടുക്കുന്നു. ലീനേനെ അങ്ങ് തീർക്കുന്നു. എന്നാൽ മരിക്കുന്നതിന് മുമ്പ് തൻ്റെ കൈയിൻ്റെ മുകളിൽ പാക്വിൻ്റെ കൈ അങ്ങ് ഹാൻഡ് കഫ് ചെയ്യുന്നു. അതുമാത്രമല്ല, ചെന്നൊരു ഉഗ്രൻ പഞ്ചാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ഒരു വിധത്തിലാണ് ഡിയും ക്യാനും പിടിച്ചു കയറുന്നത്. അങ്ങനെ ചെൻ അടിച്ചടിച്ച് ഇഞ്ച പരുവാക്കുന്നു. പക്ഷെ എന്നിട്ടും പാക്വിൻ ചാവുന്നില്ല.
ചാവുന്നില്ല എന്ന് മാത്രമല്ല അയാളുടെ കയ്യിലെ കത്തി കൊണ്ട് ചെന്നിനേട്ട് കുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവൻ കൊട്ടും വയ്യ. ചെന്നിന്റെ ശ്വാസം നിലക്കാൻ അധികം സമയമൊന്നും വേണ്ട. തൻ്റെ ഭാര്യ, കുഞ്ഞ്, മീന, അവനില്ലാണ്ടാക്കിയ പെൺകുട്ടികൾ, അങ്കിൾ സി, ലീനയുടെ അച്ഛൻ ലീന, അങ്ങനെ എത്രയോ പേര്. അവർക്കെല്ലാം വേണ്ടി ചെൻ എല്ലാ ശക്തിയും പുറത്തെടുത്ത് അവൻ്റെ ആ സ്പെഷ്യൽ പഞ്ച് അങ്ങ് പ്രയോഗിക്കുന്നു. അതോടുകൂടെ പാക്കിൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. എന്നാൽ ചെന്നിനൊട്ടും വയ്യ. അങ്ങനെ ഈ സമയത്താണ് കെന്നു വരുന്നത്. വരാമെന്ന് മാത്രമല്ല പാക്വിനെ അറസ്റ്റ് ചെയ്യാനിരിക്കുകയാണ്. അപ്പോഴാണ് ചീഫ് അങ്ങോട്ട് വരുന്നതും പാക്വിനെ അങ്ങ് ഇല്ലാണ്ടാക്കുന്നതും. അതും പാക്വിനെ കൊന്നതിന് ശേഷം ലെവോണ്ട എന്ന വാക്കാണ് പുള്ളിക്കാരൻ പറയുന്നത്. ക്യാനിൻ്റെ അച്ഛൻ മരിക്കുന്ന സമയത്ത് പറഞ്ഞ അതേ വാക്ക്. അത് കേട്ടേക്ക് അങ്ങേർക്ക് എന്തൊക്കെയോ ഡൗട്ട് അടിക്കുന്നു. അങ്ങനെ ക്യാൻ പാക്വിൻ്റെ ഗൺ ചീഫിൻ്റെ കയ്യിലേക്ക് അങ്ങ് വെച്ചു കൊടുക്കുന്നു. അയാളുടേത് സർവീസ് പിസ്റ്റൽ ആയതുകൊണ്ട് ഉറപ്പായിട്ടും ക്യാനിനെ കൊല്ലാൻ പോകുന്നില്ല. എന്നാൽ ഈ പിസ്റ്റൽ കൊണ്ട് ഉറപ്പായിട്ടും തീർക്കും. അങ്ങനെ തീർക്കോ ഇല്ലേന്നറിയാനാ അതിൻ്റെ ബുള്ളറ്റ് ഊരി മാറ്റി അങ്ങേരുടെ കയ്യിലേക്ക് അങ്ങ് വെച്ചു കൊടുത്ത്. ഇതോടുകൂടെ ചീഫ് ഒരു കൊലയാളിയാന്ന് അങ്ങേർക്ക് മനസ്സിലായി. അന്നത്തെ രാത്രി ക്യാനിൻ്റെ അച്ഛൻ പാക്വിനെ പിടിച്ചിരുന്നു. അന്ന് പാക്വിനെ രക്ഷിച്ച് സാക്ഷാൽ ചീഫായിരുന്നു. അതും തൻ്റെ ഉറ്റ സുഹൃത്തിനെ കൊന്നിട്ട്. ഇതൊക്കെ മനസ്സിലാക്കിയ ക്യാൻ അവനെ കൊല്ലുന്നില്ല, അറസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. എന്തൊക്കെ പറഞ്ഞാലും താനൊരു പോലീസുകാരനല്ലേ. അതുമാത്രമല്ല ഇവനെ കൊന്നു കഴിഞ്ഞാൽ ഇവൻ ഈസി ആയിട്ട് അങ്ങ് രക്ഷപ്പെടും. എന്നാൽ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും വലിയ ക്രൈമിൽ അവൻക്കും പങ്കുണ്ടെന്ന് ഉറപ്പായിട്ടും തെളിയും. സോ ജീവിതകാലം മുഴുവൻ ജയിലിനകത്ത് നരകിച്ച് കഴിയാം. അങ്ങനെ എല്ലാം അവസാനിച്ചു. മെയ്യിനെയും ബാക്കിയുള്ള പെൺകുട്ടികളെയും അവർ മോചിതരാക്കി. ഡി ആണെങ്കിൽ ചെൻ ചെൻ എന്നും പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കുകയാണ്. എന്നാൽ ചെൻ തൻ്റെ ലൈഫിലെ ഏറ്റവും ഭംഗിയുള്ള മെമ്മറീസായ മീനേനെയും ഡീനെ ആലോചിച്ച് കണ്ണടക്കുന്നു. അവൻ്റെ ശ്വാസം നിലക്കുന്നു. ചെൻ മരിച്ചു. അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം ജോയിൻറ്റ് സ്ട്രീറ്റാണ് കാണിക്കുന്നത്. ഇവിടെ ഇപ്പോൾ കൊള്ളയില്ല, കൊലയില്ല, ഒന്നുമില്ല. ഒരു പീസ്ഫുൾ സ്ഥലം. ഓഫീസർ ക്യാൻ എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്കിപ്പോൾ ഭയങ്കര കാര്യമാണ്. പിന്നെ മെയ്, അവൾക്കിപ്പോൾ അവനോട് മുടിഞ്ഞ പ്രേമാണ്. ഇനി ക്യാൻ കഴിഞ്ഞ 15 വർഷങ്ങളായിട്ട് താൻ തേടിക്കൊണ്ടിരുന്ന ആൾ ലിൻഹയ അഥവാ ചെൻ. അവൻ ക്യാനിൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. ലൈഫിലേക്ക് വെളിച്ചം കൊണ്ടുവന്നു. ഒരാളും കൂടിയുണ്ട്, അച്ഛനും അമ്മേനെയും നഷ്ടപ്പെട്ട സാക്ഷാൽ ഡി. അവൾക്കിപ്പോൾ ആകെയുള്ളു ക്യാൻ മാത്രമാണ്. ക്യാൻ അവളുടെ കൂടെ തന്നെയുണ്ട്. ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് ഈ ഒരു സിനിമ അങ്ങ് അവസാനിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.